ഞാനെന്തോ CPM വിട്ട് ഞാൻ BJP ആകാൻ പോകുന്നു. എങ്ങനെയാണ് ഇങ്ങനൊരു വാർത്ത കൊടുക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ധൈര്യം കിട്ടിയത്? ഒരു മാധ്യമം എന്ന് പറയുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പ്രാഥമികമായ ധർമ്മം നിർവഹിച്ചോ? എന്തെങ്കിലും ഒരു അന്വേഷണം, ഒരു പരിശോധന നടത്തിയോ? അന്ന് തന്നെ അന്ന് ഈ വന്നുപോയി. ഇത് ഇപ്പോഴും ഇലക്ഷൻ്റെ തലേ ദിവസം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ആസൂത്രിതമായിട്ടായിരുന്നു. ഇത് പാർട്ടി നിർദ്ദേശിച്ച കൂടിക്കാഴ്ചയല്ല, ഞാൻ അങ്ങോട്ട് പോയി കാണുന്ന കൂടിക്കാഴ്ചയല്ല. എന്നെ കാണാൻ ഒരാൾ വരുന്നു, നിങ്ങളെല്ലാവരും ഇപ്പോൾ വന്നിട്ടുണ്ട്, ഞാനത് പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യണോ? ഞാൻ ചോദിക്കുന്നത്, ഈ കാണുന്ന ആളത് മുഴുവൻ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എന്താ? ആരെല്ലാം വരുന്നു? ഞാൻ പറയും, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ തന്നെ ആരൊക്കെ വന്നിട്ടുണ്ട്, ഏതെല്ലാം പാർട്ടിക്കാർ വന്നിട്ടുണ്ട്? ഈ വന്നത് പാർട്ടികൾ റിപ്പോർട്ട് ചെയ്യേണ്ട. ഇവിടെ നയപരമായ പ്രശ്നമോ രാഷ്ട്രീയമായ പ്രശ്നങ്ങളോ ഒന്നും ചർച്ച ചെയ്യുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നില്ല. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെടാൻ വന്നതാണ്, ഞങ്ങൾ ഇതിലെ കൂടി പോകുമ്പോൾ വന്നതാണ് എന്ന് അദ്ദേഹത്തെ പോലെ ഒരാൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ? അദ്ദേഹം എന്തോ ലക്ഷ്യം വെച്ച് ഗുണ്ടായി സംഘത്തിന് വന്നതാണെന്ന് ഞാൻ വിചാരിക്കണോ? ഒരിക്കലും ഞാനതൊന്നും വിചാരിക്കില്ല. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടത് മുന്നണി കൺവീനറുമായ EP ജയരാജൻ്റെ BJP പ്രവേശ നീക്കം വിവാദമായ സാഹചര്യത്തിൽ നാളെ ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയത്തിൽ എന്ത് സമീപനമാവും സ്വീകരിക്കുക? നമുക്ക് പരിശോധിക്കാം. BJP വക്താവ് ശ്രീ PR ശിവശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ MK ഹരിദാസ്, ഇടത് സഹയാത്രികൻ ഡോക്ടർ B ജയരാജ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ശ്രീ ഹരിദാസിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ ഹരിദാസ്, അല്പ മണിക്കൂറുകൾക്ക് മുമ്പ് EP പറഞ്ഞത്, മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, ഇത് ആസൂത്രിതമായിട്ടുള്ളൊരു ഗൂഢാലോചനയാണ്, മാത്രമല്ല ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ്, തന്നെ വ്യക്തി ഹത്യ നടത്താനുള്ള ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെ കാണാൻ, മാധ്യമങ്ങളെ ഉപയോഗിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത്. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. നാളെ ഈ വിഷയം എന്തായാലും ചർച്ച ചെയ്യുമായിരിക്കും അല്ലേ? കാരണം ഇതൊരു വിവാദമായ സാഹചര്യത്തിൽ ചർച്ച ചെയ്യുമായിരിക്കും. പക്ഷേ ഈ വിഷയത്തിൽ EP ജയരാജനോട് സ്വീകരിക്കേണ്ട ആ സമീപനം, അക്കാര്യത്തിലൊരു ധാരണയുണ്ടാവില്ലേ? എന്തായിരിക്കും അത്? എന്താണ് താങ്കളുടെ നിഗമനം? നോക്കൂ, ഈ നമ്മുടെ EP ജയരാജൻ്റെ മുറിവേറ്റ സിംഹത്തിൻ്റെ ഗർജനമാണ് നമ്മൾ ആ ഇലക്ഷൻ ദിവസം അദ്ദേഹത്തിൻ്റെ വായയിലൂടെ നമുക്ക് പുറത്തു വന്ന് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ മൃഗങ്ങൾക്കൊക്കെ മുറിവ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ നക്കിക്കൊണ്ടാണ് അത് ഉണക്കുക എന്ന് നമ്മൾക്കൊക്കെ പരിചയമുള്ള സംഗതിയാണ്. ആഴത്തിലുള്ള മുറിവേറ്റ് കഴിഞ്ഞാലും അത് കാലങ്ങളോളം അത് നക്കി തുടച്ച് നടക്കുന്നത് കാണാം. ചിലപ്പോൾ ആ മുറിവ് ഉണങ്ങില്ല. ഞാൻ മൃഗവുമായിട്ട് ശ്രീ EP ജയരാജനെ താരതമ്യപ്പെടുത്തുകയല്ല, ഒരു ഉദാഹരണം പറയുകയാണ്. EP ജയരാജനെ പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് ഏറ്റുകൊണ്ടിരിക്കുന്ന, 3.5 അദ്ദേഹത്തിനെ ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് ബന്ധുനിയമന വിവാദത്തിൽ രാജിവെപ്പിച്ചത് മുതൽ അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ള ആഘാതം, അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് ഏറ്റിട്ടുള്ള ആഘാതം, അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിനേറ്റ മുറിവുകൾ ഉണക്കാൻ പാർട്ടിക്കായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മുറിവേറ്റ സിംഹത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം പളങ്ങി നടക്കുകയായിരുന്നു ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട്. ആ അവസരം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥായിയായ ജന്മനാനുള്ള മണ്ടത്തരത്തിൻ്റെ പേരിൽ അദ്ദേഹം ഇലക്ഷൻ്റെ അന്ന് അദ്ദേഹം അത് തുറന്നു പറഞ്ഞതിൽ നിന്നാണ് നമുക്കിപ്പോൾ ഈ ചർച്ചയൊക്കെ ചെയ്യേണ്ട അവസരം വന്നിരിക്കുന്നത്. ശ്രീ അനിൽ നമ്പ്യാർ എന്നോട് ചോദിച്ചത്, നാളെ സംസ്ഥാന കമ്മിറ്റി കൂടുകയാണ്, അതിനോടനുബന്ധിച്ചിട്ട് ഇത് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റുമോ, ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകില്ല. സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയോ ഇവരുടെ പോളിറ്റ് ബ്യൂറോയോ അതുമാതിരി തന്നെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോയോ ഒക്കെ എന്തെങ്കിലും നടപടി ജയരാജനെതിരെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് ഇതിലും വലുതാണെന്നുള്ളത് പാർട്ടിക്കറിയാം. പാർട്ടി ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുന്ന കാലഘട്ടമായതുകൊണ്ട് ശ്രീ പിണറായി വിജയനും അറിയാം. ഈ പാർട്ടിയുടെ അവസാനത്തെ വാക്കും ആദ്യ വാക്കും ഒക്കെ തന്നെ ശ്രീ പിണറായി വിജയൻ്റെയാണ്. അത് പറയുമ്പോൾ എനിക്കൊരു കഥ, VKN പറഞ്ഞിട്ടുള്ളൊരു കഥ എനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല. പണ്ട് ഈ കാറുകൾ ഉണ്ടാക്കി വിറ്റിരുന്നത്, അത് ഉണ്ടാക്കുന്നവർ തന്നെയാണ് അത്ര കാറുകൾ ഉണ്ടാക്കി വിറ്റിരുന്നത്. ഇന്നത്തെ മാതിരി ഷോറൂമോ ഡീലറോ ഒന്നുമില്ല. അപ്പോൾ ഈ ഹെൻറി ഓസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു കാറുണ്ടായിരുന്നു, ഒരു മൂട്ടക്കാറ്. ഞാനതിൽ ശബരിമലയ്ക്കൊക്കെ പോയിട്ടുണ്ട്. 63-ൽ ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. ഒരു മൂട്ടക്കാറാണ്. ആ കാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് കറുപ്പ് കളറിലേ കിട്ടുള്ളൂ.
അപ്പോൾ ഈ കാറ് വേണ്ടവർ ഈ ഓസ്റ്റിനോട് ആവശ്യപ്പെടണം, ഓസ്റ്റിൻ എന്ന് പറഞ്ഞ മനുഷ്യനോട് ആവശ്യപ്പെടണം എനിക്കൊരു കാർ ഉണ്ടാക്കി തരണമെന്ന്. അങ്ങനെ ഒരു വലിയ മുതലാളി ഈ ഓസ്റ്റിനോട് പറഞ്ഞു അത്രേ, എനിക്കൊരു കാർ ഉണ്ടാക്കി തരണം താങ്കൾ. അദ്ദേഹം പറഞ്ഞു വളരെ സന്തോഷം, താങ്കളെ പോലെ പ്രഗത്ഭനായ ഒരു കുത്തക മുതലാളിക്ക് ഒരു കാർ ഉണ്ടാക്കി തരുന്ന കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ മുതലാളി എന്ത് പറഞ്ഞു, പക്ഷെ അത് ഞാൻ പറയുന്ന നിറത്തിൽ ഉണ്ടാക്കി തരണം താങ്കൾ, എനിക്ക് അത് നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞു ഉത്തരം. അപ്പോൾ അത് പറഞ്ഞു താങ്കളുടെ അവകാശമാണത്, അത് ഇന്ന കളറിൽ ഉണ്ടാക്കി തരണം എന്ന് പറയാനുള്ളത് താങ്കളുടെ അവകാശമാണ്. പക്ഷേ എനിക്ക് അതിലൊരു നിർബന്ധമുണ്ട്, താങ്കൾ ആ പറയാൻ പോകുന്ന നിറം കറുപ്പായിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞു അത്രേ. ഇപ്പോൾ ഈ CPM കഴിഞ്ഞ കാലത്തെ കുറേ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കഥയുമായിട്ട് സാമ്യം ചെയ്യാവുന്നതാണ്. ആർക്കും എന്തും പറയാം, ആർക്കും എന്തും പ്രവർത്തിക്കാം. പക്ഷെ അതിന് അന്തിമമായിട്ടുള്ളൊരു തീരുമാനവും അന്തിമമായിട്ട് ആ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല നാളെ ഈ സംസ്ഥാന കമ്മിറ്റിയിലെ ഇവരുടെ ഈ സ്ഥിരമായിട്ടില്ലേ പരസ്യശാസന, രഹസ്യശാസന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതിനും ഈ പരസ്യശാസനയുടെ കാര്യത്തിലും VKN 1-2 കഥകൾ എഴുതിയിട്ടുണ്ട്. അമ്മാമൻ മരുമകനെ നാക്കല വെച്ച് ഊണ് കഴിക്കുമ്പോൾ അമ്മാമനെ ആൽത്തറയിലിരുന്ന് വിമർശിച്ചതിന് പരസ്യശാസന നൽകുന്ന കഥകളും VKN നമ്മളെ ഹാസ്യ രൂപത്തിൽ എനിക്ക് തോന്നുന്നു ഇവരെ ഉദ്ദേശിച്ചിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. അങ്ങനെ വല്ല ശാസനയിൽ ഒതുങ്ങുക എന്നല്ലാതെ ഈ EP ജയരാജനെതിരായിട്ട് ഒരു കടുത്ത നടപടി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പാർട്ടിയിൽ EP ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി കൂടുതൽ ഒതുക്കപ്പെടാനുള്ള സാധ്യത ഈ സംഭവത്തോട് കൂടിയിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. EP ജയരാജൻ ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോകുമ്പോൾ ഇദ്ദേഹം ഒരുപാട് മനക്കോട്ട കെട്ടി. അതായത് ഒരു കാരണവശാലും അദ്ദേഹത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ സാധിക്കില്ല. പക്ഷേ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് പോയപ്പോൾ ആ സ്ഥാനം, അതായത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങൾ തന്നെ ഏൽപ്പിക്കുമെന്നും തൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭാ യോഗം ചേരുന്നതും അതിനോടനുബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയുടെ 2ാം സ്ഥാനക്കാരനായിട്ട് ഒക്കെ വാഴുന്ന ഒരു കാര്യം അദ്ദേഹം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു ചാർജും കൊടുക്കാതെ അദ്ദേഹം മയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്ക് പോയി അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ EP ജയരാജൻ്റെ മനസ്സിനേറ്റിട്ടുള്ള മുറിവ് ഒന്നാമത് അതാണ്. രണ്ടാമത് ബന്ധു നിയമന വിവാദത്തിൽ വളരെ തിടുക്കപ്പെട്ട അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചു. അത് കോടതിയെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിനേറ്റ മുറിവ് അങ്ങേയറ്റം വലുതാണ്. കാരണം PK ശ്രീമതി അവരുടെ മരുമകളെ അവരുടെ കുശിനിക്കാരുത്തിയായി കയറ്റിയതിന് ശേഷം അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊന്നുമെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുമാതിരി തന്നെ KT ജലീലിൻ്റെ കാര്യത്തിൽ എന്താ ഉണ്ടായത്, കോടതി ചോദിക്കേണ്ടി വന്നു. അതായത് ഈ വ്യക്തി ഇപ്പോഴും മന്ത്രിയായിട്ട്, അതായത് നമ്മുടെ ലോകായുക്തയുടെ ഉത്തരവ് വന്നതിന് ശേഷം അതിനെ ചോദ്യം ചെയ്തിട്ട് ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി ചോദിക്കേണ്ടി വന്നു, ഈ വ്യക്തി ഇപ്പോഴും മന്ത്രിയായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തെ തുടർന്നാണ് അദ്ദേഹം രാജിവെച്ചത്. അത്തരത്തിലുള്ള ഒരു ആനുകൂല്യവും കൊടുക്കാതെ EP ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിയോട് രാജിവെക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് എന്താ മറ്റേ റിസോർട്ട് വിവാദം, ആ റിസോർട്ട് വിവാദവും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം മാനഹാനി വരുത്തി വെച്ചു. ഭാര്യയ്ക്ക് കിട്ടിയ ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ കിട്ടിയ തുക കൊണ്ടാണ് ഞങ്ങളുടെ ആ വൈദേഹ റിസോർട്ടിൽ ഞങ്ങളുടെ ഷെയർ എടുത്തത് എന്നുള്ള ഒരു ആനമണ്ടത്തരം വിളിച്ചു പറയേണ്ട അവസ്ഥയിലേക്ക് അദ്ദേഹത്തിനെ എത്തിച്ചതും പാർട്ടിയിൽപ്പെട്ടവർ തന്നെയാണ്. കാരണം ആ ആരോപണം ഉന്നയിച്ചത് മറ്റൊരു ജയരാജനായിരുന്നു പാർട്ടിയിലെന്ന് പറയുന്നു. നിങ്ങൾ മാധ്യമങ്ങൾ മറ്റേ ജയരാജനെ P ജയരാജനെ വളഞ്ഞു വെച്ച് ചോദിച്ചിട്ടും ഞാൻ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഭംഗിയായിട്ട് അതിൽ നിന്ന് വഴിക്ക് പോവുകയാണ്. അപ്പോൾ മുറിവേറ്റ ഒരു സിംഹമാണ് ഈ EP ജയരാജൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആവാൻ എന്തുകൊണ്ട് യോഗ്യനായിട്ടൊരു വ്യക്തിയായിരുന്നു EP ജയരാജൻ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുക്കാതെ ആ സ്ഥാനം നമ്മുടെ ഗോവിന്ദ മാഷക്ക് കൊടുത്തുകൊണ്ട് പിന്നെയും അദ്ദേഹത്തിൻ്റെ മുറിവിലേക്ക് ആഴത്തിലുള്ള വ്രണങ്ങൾ ഉണ്ടാക്കത്തക്ക തോതിലുള്ള വിഷയങ്ങളാണ് കേരളത്തിൽ നടന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് പാത്തുപതുങ്ങി നടന്ന EP ജയരാജന് കിട്ടിയ വലിയൊരു അവസരമായിരുന്നു എന്ത്, ഇപ്പോൾ ഈ വിളിച്ചു പറയലിന് മുമ്പുണ്ടായിട്ടുള്ള സംഭവം എന്തിനാണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥായിയായിട്ടുള്ള നമ്മൾ പറയില്ല, അദ്ദേഹത്തിൻ്റെ വിവരക്കേടിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു പക്ഷേ വിളിച്ചു പറയാം. ജാവേദ്കറെ ഞങ്ങൾ CPMലേക്ക് അടുപ്പിക്കേണ്ട കാര്യം ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതൊന്നും അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ പറയില്ലേ, വീണ്ടും പറയുകയാണ്, ആ മറ്റേ KM മാണി ബജറ്റ് അവതരിപ്പിച്ച ദിവസം ആ നിയമസഭാ ഹാളിൽ അദ്ദേഹം നടത്തിയ പ്രകടനത്തെക്കാൾ മോശമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം അത് ഇലക്ഷൻ്റെ എന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയൊരു
വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിലൊരു അത്ഭുതവുമില്ല. ആരാണെങ്കിലും ഒരു അവസരം കൃത്യമായിട്ട് വരുന്ന ദിവസം തന്നെയാണ് അത് പറയുക. അത് പറഞ്ഞതുകൊണ്ട് ഇപ്പം നാളെ തൊട്ടിട്ട് ഇതിലിപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് അദ്ദേഹം BJP-യിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ മൂന്നാറിലെ മുൻ MLA രാജേന്ദ്രനൊക്കെ മാനസികമായിട്ട് ഇപ്പോഴും അവിടെ വെച്ചുകൊണ്ട് താമസിക്കുകയാണ് BJP-യുടെ താവളങ്ങളിൽ. ശാരീരികമായിട്ട് ഇവിടെ ഒതുങ്ങി നിന്നിരുന്ന ജയരാജന് ഇനി പെട്ടെന്ന് വളരെ പെട്ടെന്ന് BJP-യിലേക്ക് പോകാനുള്ളൊരു അവസരത്തിൻ്റെ വാതിൽ ഇപ്പം ഇത്തരത്തിലൊരു പ്രശ്നത്തിലൂടെ അടഞ്ഞിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇനി അദ്ദേഹത്തിന് കുറെ കൂടി പേടിക്കണം. അദ്ദേഹം പോകാതിരിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്, അദ്ദേഹത്തിന് ശോഭാ സുരേന്ദ്രനെ പോലുള്ളവരൊക്കെ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊട്ടേഷൻ പേടിയുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവന് വരെ ഭീഷണി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം പോകാതിരുന്നത് എന്നൊക്കെ പറഞ്ഞതിൽ 1% വാസ്തവമുണ്ടെങ്കിൽ ഇനി അദ്ദേഹം കൂടുതൽ നിരീക്ഷണത്തിലാണ് എന്നൊരവസ്ഥയിലേക്ക് വരുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അദ്ദേഹം BJP-യിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുടെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ചർച്ചയിലെ ശ്രീ അനിൽ നമ്പ്യാർ, ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ ദല്ലാൾ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സാക്ഷര കേരളത്തിൽ, ഈ പ്രബുദ്ധ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ നോക്കിയിട്ട് എപ്പോഴും കൊഞ്ഞനം കുത്തുന്ന നമ്മുടെ കേരളത്തിലെ ഈ രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കാൻ ഈ ദല്ലാളുമാർ, അതിപ്പോൾ ഒരു നന്ദകുമാറിൻ്റെ പേരൊന്നും എടുത്തിട്ട് പറഞ്ഞിട്ട് ഞാൻ നന്ദകുമാറിനെ വിമർശിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. കാരണം ഒരു നന്ദകുമാർ അല്ലെങ്കിൽ മറ്റൊരു നന്ദകുമാർ ഈ രൂപത്തിലൂടെ വരത്തക്ക തോതിൽ നമ്മുടെ രാഷ്ട്രീയം എന്തുകൊണ്ട് അധപ്പതിച്ചു എന്നുള്ള കാര്യം വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കരുണാകരൻ ഒരു എന്താണ് പറയുന്നത് മാനസപുത്രനെ കൊണ്ട് നടന്ന് പാവം പയ്യൻ എന്നൊരു പേര്, ഓമനപ്പേര് നൽകിയ കാലഘട്ടത്തിൽ അങ്ങേയറ്റം വിമർശിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം, കരുണാകരൻ്റെ ഈ മാനസപുത്രനായ പാവം പയ്യൻ ഏകദേശം ഒരു 25 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ ആ 25 കൊല്ലത്തിൽ നിന്ന് രാഷ്ട്രീയം ഇത്രയേറെ മുൻപോട്ട് വന്നൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്തരം ദല്ലാളുമാർക്ക് ഈ രാഷ്ട്രീയ നേതാക്കളെ കയ്യിലെടുത്ത് അമ്മാനമാടത്തക്ക തോതിൽ എന്തും വിളിച്ചു പറയാനുള്ള തോതിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം എത്തി നിന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ ചർച്ചയിൽ എന്നെ പോലെ മറ്റുള്ളവരും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു ശരിയായ പോക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വലിയൊരു അണികൾ, വലിയ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആത്മാർത്ഥതയുള്ള കോടിക്കണക്കിന് അണികൾ ഈ പാർട്ടിയുടെ കീഴിലുണ്ട് എന്നുള്ളൊരൊറ്റ വിശ്വാസത്തിൽ CPM-ന്റെ ഒന്നാം നിര നേതാക്കൾ അവരുടെ ഈ ആത്മാർത്ഥതയെ ചൂഷണം ചെയ്തുകൊണ്ട് കേരളത്തിൽ കാണിച്ചു കൂട്ടുന്ന ഇത്തരത്തിലുള്ള അപക്വമായ കാര്യങ്ങൾ എന്തുകൊണ്ട് എന്നുള്ളത്, കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇത് കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ദല്ലാളിൻ്റെ പിന്തുണയോട് കൂടിയിട്ടുള്ള ഇത്തരത്തിലുള്ള വാദഗതികളും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനം അതിനെ ഇത്ര ചർച്ച ചെയ്യില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പാവങ്ങളുടെ പാർട്ടി എന്ന പേര് കുത്തിയിട്ടുള്ള ഒരു പാർട്ടിയുടെ ഒന്നാം നിര നേതാക്കൾ നല്ലവരായ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുടെ ആത്മാർത്ഥത ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരം ദല്ലാളുമാരുടെ ഈ റിമോട്ട് കളിക്ക് എന്തുകൊണ്ട് നിൽക്കുന്നു എന്നുകൂടി അനിൽ നമ്പ്യാർ ഈ ചർച്ചയിൽ ഒന്ന് നമുക്ക് സംസാരിച്ചു വിടണമെന്നാണ് എൻ്റെ അഭിപ്രായമുള്ളത്. തീർച്ചയായും ദല്ലാൾ രാഷ്ട്രീയം അത് കേരളത്തിൽ വേണമെന്നുള്ളതാണ്. ഡോക്ടർ ജയരാജൻ, എന്തായാലും CPM കേന്ദ്ര കമ്മിറ്റി അംഗമാണ് EP ജയരാജൻ. കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ കേന്ദ്ര കമ്മിറ്റിക്ക് സാധിക്കൂ. പക്ഷേ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ഈ വിവാദമുണ്ടായതിനു ശേഷമാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. സാധാരണ വെള്ളിയാഴ്ചകളിലാണ് ചേരാറുള്ളത്. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. നാളെ ഈ യോഗം ഈ വിഷയം ചർച്ച ചെയ്യുമോ? ചർച്ച ചെയ്താലും കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് ശ്രീ ഹരിദാസ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ മുറിവേറ്റ സിംഹത്തെ കൂടുതൽ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടാകുമോ? അതിനകത്ത് നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ പ്രവചിക്കുകയൊന്നും സാധ്യമല്ല. എന്തായാലും ഇത്തരം ഒരു വിഷയമുണ്ടായി. ഈ വിഷയം ഉണ്ടായതിനകത്ത് 2 വശങ്ങളാണുള്ളത്. ഒന്ന്, ആ വിഷയത്തിൽ ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. അതിനെ തുടർന്ന് ശോഭാ സുരേന്ദ്രൻ തുറന്നു പറഞ്ഞു. ഈ തുറന്നു പറഞ്ഞതിനകത്ത് ഇതിനകത്ത് എയിം ചെയ്യുന്നത്, ഇതിനകത്ത് ജയരാജനെ അല്ല ഇതിനകത്ത് എയിം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ്. പല കേസുകളും ഒത്തുതീർപ്പാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു എന്ന് BJP പ്രവർത്തകർ പറഞ്ഞു. അങ്ങനെ ജാവേദ്കർ വന്ന് സംസാരിച്ചു. പ്രകാശ് ജാവേദ്കർ കേന്ദ്രമന്ത്രി, BJPയുടെ കേരളത്തിലെ ചാർജുള്ള അദ്ദേഹം, പ്രത്യേകിച്ച് ഇലക്ഷൻ്റെയൊക്കെ ചാർജുള്ള അദ്ദേഹം ഇവിടെ ഓപ്പറേഷൻ താമര എന്നൊക്കെ പറയുന്ന കർണാടകയിലെ പോലെ ഇവിടെ താമര വിരിയിപ്പിക്കാനായി കഠിന പ്രയത്നം നടത്തുന്നത്. ഇപ്പോൾ BJP സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ രാഷ്ട്രീയ മെമ്പർമാരെയും കാണുന്നതിനോ അവരെ സ്വാധീനിക്കുന്നതിനോ ഒക്കെ അവർക്കൊരു സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്, അതിനൊന്നും ആരും ഒന്നും എതിരൊന്നും പറയുന്നില്ല. പക്ഷേ അത് ഡീലുകൾ വഴിയാണ്. ഇപ്പോൾ ജയരാജനെ കണ്ടു എന്ന് പറയുന്നത് ഡീൽ ഉറപ്പിക്കാനാണെന്നൊക്കെ പറയുന്നത് അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭൂഷണമല്ല. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിന് CPM-നേക്കാളും ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാവുന്നത് BJPയാണ്.
ഇപ്പം ജയരാജനെ സംബന്ധിച്ചിടത്തോളം ജയരാജൻ SF-ലൂടെ വളർന്നു വന്നു, KSYF-ലൂടെ വളർന്നു വന്നു. അതിനുശേഷം പിന്നീട് പാർട്ടിയിലെ സമുന്നതനായ നേതാവാണ്, തലപ്പൊക്കമുള്ള നേതാവ് തന്നെയാണ്. 1-2 സ്ഥാനമൊന്നുമുള്ളതല്ല. ജയരാജൻ്റെതായ ഒരു ഇടമുണ്ട് പാർട്ടി സഹാക്കളുടെ ഇടയിലും പാർട്ടിക്കകത്തും. ജയരാജനൊരു വാക്കുമൊക്കെ ഉണ്ട്. അപ്പം ജയരാജനെ പോലെയുള്ള ഒരാൾ ആ ഇലക്ഷൻ്റെ അന്ന് ഇതൊന്നും മിണ്ടിയില്ലായിരുന്നെങ്കിൽ ഈ വിഷയം ഉണ്ടാകത്തില്ല എന്ന് കരുതുന്ന കുറേയധികം ആളുകളുണ്ട്. പക്ഷേ ഇലക്ഷൻ്റെ അന്ന് തന്നെയാണ് എനിക്ക് മറക്കാനൊന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ് ജയരാജൻ പറഞ്ഞത്, എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു ഫോൺ വരുന്നു, എൻ്റെ മകനാണ് ഫോൺ എടുക്കുന്നത്, ഒരു സർപ്രൈസ് വിസിറ്റർ ഉണ്ടെന്ന് പറയുന്നു. വരുന്ന ഉടനെ അതിനകത്തൊക്കെ എത്ര ശതമാനം വന്നു, അങ്ങനെ കണ്ടു, ആക്കുളത്തെ വീട്ടിൽ വെച്ച് കണ്ടു. അവിടെ ഒരു 10 മിനിറ്റ് സംസാരിച്ച് ചായ പോലും കുടിക്കാനിരുന്നില്ല. അതിനുശേഷം പ്രത്യേക കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തെന്നാണ് ജയരാജൻ പറഞ്ഞത്. കണ്ടില്ല എന്നൊന്നും അപ്പാടെ നിഷേധിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒരു പാർട്ടിയുടെ നേതാവ് ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് വരുമ്പോൾ മറ്റ് പാർട്ടികളിലുള്ള ആളുകളെ കാണുന്നത് സ്വാഭാവികമാണ്. അതിപ്പോൾ പരസ്യമായി കാണണോ, രഹസ്യമായി കാണണോ, വീട്ടിൽ പോയി കാണണോ എന്നൊക്കെയുള്ള അവരുടെ ഓൺ പ്രൊറോഗേറ്റീവാണ്. അതിനൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പാടില്ല. ഇന്ന ആളുകളെ കാണാൻ പാടില്ല, ഇന്ന ആളുകളെ കണ്ടുകൂടാന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പാടില്ല. അങ്ങനെ മുൻ നിശ്ചയിച്ച് നമ്മളൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇതിനകത്ത് 2 കോണുകളിലൂടെയാണ് കോൺഗ്രസ് ഇതിനെ ആക്രമിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ആളുകൾ എന്താണ്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. ഈ AK ആന്റണിയുടെ മകൻ പോയതുപോലെ, പത്മജ വേണുഗോപാൽ പോയതുപോലെ, അല്ലെങ്കിൽ വയനാടിൻ്റെ DCC ജനറൽ സെക്രട്ടറി പോയതുപോലെ, അതല്ലെങ്കിൽ സുധാകരൻ്റെ PA പോയതുപോലെ ഇങ്ങനെ കോൺഗ്രസിൽ നിന്ന് കുത്തൊഴുക്കാണ്. കോൺഗ്രസിൽ നിന്ന് ചർച്ച നടത്തിയത്, BJP-യിൽ പോകാൻ വേണ്ടി ചർച്ച നടത്തിയത് K. സുധാകരനും അദ്ദേഹത്തിൻ്റെ ആളുകളുമാണെന്ന് വളരെ നേരത്തെ തന്നെ ഏത് നിമിഷവും ഞാൻ BJP പോകും, എനിക്ക് BJP പോകാൻ ആരുടെയും തിട്ടൂരൊന്നും വേണ്ട എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരാളാണ്, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് K. സുധാകരൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷനിലാണ് ഒരു പ്രാദേശിക കക്ഷിയായിട്ട് രൂപീകരിച്ചുകൊണ്ട് BJP-യിലോട്ട് കോൺഗ്രസ് മാറിയാലോ എന്ന ആലോചനകളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഇലക്ഷൻ എന്തായാലും കോൺഗ്രസിന് പരാജയം ഉണ്ടായെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം 19 കിട്ടി, ഇത്തവണ 2020 എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് സാധാരണയായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങളെ അറിയാം. ഇലക്ഷൻ പാറ്റേൺ അല്ലെ ഇലക്ടറൽ ശതമാനം വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെയൊന്നും എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ല ഡോക്ടർ ജയരാജ്, നേരത്തെ ഇതൊന്നും ഒന്നുകിൽ അല്ല ഇലക്ഷൻ വിഷയം. ഇവിടെ വിഷയം 2 കാര്യങ്ങളാണ്. ഒന്ന് നേരത്തെ ഹരിദാസ് ഇവിടെ ഉന്നയിച്ചു, ഈ ദല്ലാളുമായിട്ട് എന്താണ് EP ജയരാജന് ബന്ധം? അദ്ദേഹം പറയുന്നു, ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫോൺ എടുക്കാറില്ല, ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാറില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ എങ്കിലും MV ഗോവിന്ദൻ്റെ കേരള യാത്ര ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ദല്ലാൽ നന്ദകുമാറിൻ്റെ വീട്ടിൽ പോയി അമ്മയ്ക്ക് പൊന്നാട അണിയിച്ച വ്യക്തിയാണ് EP ജയരാജൻ. അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല, ദല്ലാൽ ആണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് അനുവദിക്കില്ലായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അന്നും വിവാദം ഉണ്ടായ സമയത്ത് പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇദ്ദേഹത്തെ വിലക്കുന്ന ഒരു സമീപനമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ ബന്ധം പിന്നെയും മുന്നോട്ട് കൊണ്ടുപോയത്. യാത്രകളിൽ കാണുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതൊന്നും അങ്ങോട്ടങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, രണ്ടാമത്തെ ഒരു കാര്യം, അതായത് നോക്കൂ, ഈ BJPക്ക് അയിത്തം കൽപ്പിച്ച ഒരു പാർട്ടി ഒരു കാരണവശാലും BJPക്ക് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കാൻ യാതൊരു സാഹചര്യവും ഉണ്ടാക്കില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു BJP നേതാവ്, അതും പ്രധാനപ്പെട്ട ഒരു നേതാവ് കേരള പ്രഭാരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതെന്തു ആയിക്കൊള്ളട്ടെ, അദ്ദേഹം വീട്ടിൽ വന്നതാണ്, എനിക്ക് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ എന്നൊക്കെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ന്യായം പറയുന്നത്. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? അണികൾ ഇത് എത്രത്തോളം ഉൾക്കൊള്ളും? നോക്കും, മലബാറിൽ പലയിടങ്ങളിലും CPMകാർ വോട്ട് പോലും രേഖപ്പെടുത്തിയിട്ടില്ല, അവരുടെ അമർഷ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പറയുന്നു ചരിത്ര വിജയം നേടുന്നൊക്കെ പറയുന്നു, പിണറായി അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ എങ്കിലും അണികളിൽ ഇത് വലിയ ഷോക്കുണ്ടാക്കിയിട്ടുണ്ട്. അവർക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അതല്ലേ യഥാർത്ഥത്തിൽ നടന്നത്? അതിനല്ലേ മറുപടി നൽകേണ്ടത്? അതല്ലേ CPMനെ വെട്ടിലാക്കിയിരിക്കുന്നത്? ഇതിനകത്ത് നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, മാറുന്ന സാഹചര്യങ്ങളാണ്. മുമ്പത്തെ കണക്കോലെ ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വളരെ തുച്ഛമായിട്ടാണ് നടക്കുന്നത്. മുമ്പ് അങ്ങനെയല്ല. RSS DYFIയും തമ്മിലുള്ള സംഘടനകൾ, കോൺഗ്രസും DYFIയും തമ്മിലുള്ള സംഘടനകൾ, അല്ല ഇടത് സംഘടനയായിട്ടുള്ള സംഘടനകൾ, ഇതിൻ്റെയൊക്കെ പേരിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് കേരളത്തിൽ പൊലിഞ്ഞു പോയത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാവരും തമ്മിൽ ഒരു നല്ല ബന്ധത്തിൽ, ഒരു നല്ല പോസിറ്റീവ് പൊളിറ്റിക്സ് കളിക്കുന്നത് എപ്പോഴും അനുവദനീയം തന്നെയാണ്. അതുകൊണ്ട് ഒരാളെ കണ്ടാൽ ശത്രുവായിട്ട് കാണണമെന്നോ, അല്ല ഒരാളുമായിട്ട് സംസാരിക്കാൻ പാടില്ലെന്നോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുതെന്നോ പ്രത്യേകിച്ച്
ഉന്നത നേതൃത്വങ്ങളിലൊക്കെ ഉള്ളവരാകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും, സ്വാഭാവികം തന്നെയാണ്. അതല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ല എന്നൊന്നും ആരും പറയില്ല, പഴയ കേരളത്തിലേക്ക് ആരും പറയില്ല. പക്ഷേ ഇവിടെ അസ്വാഭാവികമായിട്ട് തോന്നുന്നത്, അതായത് അതുവഴി പോവുകയായിരുന്ന പ്രകാശ് ജാവ്ദേക്കർ ജയരാജനെ പരിചയപ്പെടാൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫ്ലാറ്റിലോട്ട് പോയി. അത് മുൻകൂട്ടി അറിയിക്കാതെ, അച്ഛൻ അവിടെ ഉണ്ടോയെന്ന് ആരോ വിളിച്ചു ചോദിച്ചു, ഉണ്ട് എന്ന് പറഞ്ഞു. പെട്ടെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ജാവ്ദേക്കറും നന്ദകുമാറും പ്രത്യക്ഷപ്പെടുന്നു. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് മീറ്റിംഗ് നടത്തിക്കോട്ടെ, അതിലൊന്നും ഒരു കുഴപ്പമില്ല, കാണണം, സംസാരിക്കണം, അതൊക്കെ വേണം, അത് നടക്കുന്നുണ്ടല്ലോ. പക്ഷേ അങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ച മാത്രമായിട്ട് ഇതിനെ അങ്ങനെ ലഘൂകരിച്ച് കാണാൻ പറ്റുമോ? പിന്നെ നന്ദകുമാറിന്റെ ഈ പറഞ്ഞ കണക്കോലെ ഇത്തരത്തിലുള്ള തരകന്മാർ എല്ലാ ഭരണകാലത്തും ഉണ്ടായിരുന്നു. നേരത്തെ എം കെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ച കണക്കോലെ പാവം പയ്യൻ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. ഇതുപോലെ അധികാരത്തിന്റെ ഇടനാഴികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിലും പരിസര പ്രദേശത്തൊക്കെ ഇഷ്ടംപോലെ ആളുകൾ പല കാര്യങ്ങളും പല മന്ത്രി ഓഫീസിലും കയറി ഇറങ്ങി അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇടനിലക്കാരാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അതിനകത്ത് തട്ടിപ്പുകാരുണ്ട്, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ചിലർ ഡീൽ ഉറപ്പിക്കുന്നവരുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. രാജ്യത്തെ എല്ലാ സ്ഥലത്തും ഉണ്ട്. പോലുള്ള ഒരു പാർട്ടി ധാർമ്മികത എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. അങ്ങനെയാണല്ലോ നിങ്ങൾ അവകാശപ്പെടാറുള്ളത്. അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള ദല്ലാൾമാരെ അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ചുമലിൽ കൈയിട്ട് നടക്കുന്ന ആ ഒരു ശീലം, അതും ഒരു സാധാരണ CPM നേതാവിനല്ല. അത് ഇടതുമുന്നണിയുടെ കൺവീനർ ആണ് അദ്ദേഹവുമായിട്ട് ചങ്ങാത്തം പുലർത്തിയിരിക്കുന്നത്. CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ടല്ലേ ഗുരുതരമായിട്ട് അതിനെ കാണുന്നത്. സാധാരണക്കാരൻ കയറ്റി കഴിഞ്ഞാൽ പോലും നടപടി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പാർട്ടിയാണിത്. അപ്പോൾ ഈ എന്തെങ്കിലും ഒരു അച്ചടക്ക നടപടിയിൽ നിന്ന് ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റുമോ? ഇപ്പം നിഷ്കളങ്കനാണ്, പാവമാണ് ജയരാജൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതിനെ ചുരുക്കി കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു വിഷയമാണോ ഇത്? അല്ല, ഇതിനകത്ത് പാവത്തിന്റെ നിഷ്കളങ്കതയുടെ ഒന്നും കാര്യമല്ല. അവരവർ ചെയ്യുന്ന പ്രവർത്തികളാണ് ചോദ്യം ചെയ്യുന്നത്. ഇതിനകത്ത് ഇന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിശദീകരണം ഇന്ന് ജയരാജൻ ഏതോ ഒരു ചാനലിലെ ഒരു ഇന്റർവ്യൂ, സുദീർഘമായ ഒരു ഇന്റർവ്യൂ ഞാനിന്ന് കണ്ടിരുന്നു. അതിനകത്ത് അയാൾ പറഞ്ഞത് വളരെ കാലമായിട്ട് തന്നെ കോൺഗ്രസ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. പേരൊന്നും പറഞ്ഞില്ല. CPMന്റെ സ്വന്തം ചാനലല്ല, അത് കൈരളിയുണ്ട്. പക്ഷേ CPMന്റെ അത് വേറൊരു ചാനലാണ്, പ്രവർത്തിക്കുന്ന ഒരു ചാനല്. ആ ഇന്റർവ്യൂ ഞാനും കണ്ടതാണ്. അതിൽ കൃത്യമായിട്ട് ജയരാജനെ എങ്ങനെയൊക്കെ വെളുപ്പിച്ചെടുക്കാം എന്ന് ആ ഇന്റർവ്യൂ ചെയ്ത വ്യക്തി അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ജയരാജനേക്കാളും ആവേശം, അതായത് കൂടുതൽ പറയിപ്പിക്കുന്നത് ഇദ്ദേഹമാണ്. അതായത് ജയരാജന് അനുകൂലമായിട്ട് പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വായിൽ വെച്ചു കൊടുക്കുന്നത് ഈ ഇൻ്റർവ്യൂ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അയാളുടെ രാഷ്ട്രീയമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അത് വെളുപ്പിച്ചെടുക്കലായിരുന്നു. അതിൽ ജയരാജൻ കൊടുത്ത വിശദീകരണം അതൊന്നും വിശ്വസിക്കാവുന്നതല്ല. ഡോക്ടർ ജയരാജൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു മിനിറ്റ്. ശ്രീ PR ശിവശങ്കർ ഇവിടെ വീണ്ടും തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നു. ഞാൻ ഒരിക്കലും BJPയിലേക്ക് പോവില്ല, കൂടിക്കാഴ്ചകൾ പാർട്ടിയെ അറിയിക്കേണ്ട കാര്യമില്ല, മാത്രമല്ല പാർട്ടിയിൽ നിന്ന് വിശദീകരണം പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ജയരാജൻ പറയുന്നത്. ഒരു കാര്യം എല്ലാവർക്കും അറിയാം, ജയരാജനെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല, കടുത്ത നടപടികളിലേക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം ജയരാജനെ വെറുപ്പിച്ചാൽ ജയരാജൻ പലതും തുറന്നു പറയും, പലരുടെയും കള്ളത്തരങ്ങൾ പുറത്തു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ജയരാജനെ ഇങ്ങനെയൊരു സംഭവം ഇതൊരു വിവാദമായിട്ട് മാറിയ സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശാസന അല്ലെങ്കിൽ ഒരു താക്കീത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപക്ഷെ വന്നേക്കാം. അതും കേന്ദ്ര കമ്മിറ്റിയാണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഒരു ഗുരുതര സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് കടുത്ത ചില നിലപാട് അത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാവേണ്ടതല്ലേ? എങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു. അത് നേരത്തെ പിണറായി പറഞ്ഞ പോലെ ജാഗ്രത കുറവ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നമ്മളിതിനെ കാണുന്നു എന്നൊക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ വിലയിരുത്തേണ്ടതല്ലേ? ശ്രീ അനിൽ, നമ്മളിതെല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ പല വശങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ അത്ര ഒരു വലിയ നടപടിയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ജാഗ്രത കുറവ്, ഒരു ശാസന, പരസ്യ ശാസനം ഇതിലപ്പുറമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളും കൂടി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാദത്തിന്റെ ഗുണഭോക്താവ് ആരാണ്, ആരാണ് ഇതിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വിവാദങ്ങൾ ഉണ്ടായത്, അതല്ലെങ്കിൽ അതിന്റെ പുറകിൽ ആരാണ്. ഇത് മൂന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാകും. ഇതിന് ഒരു വളരെ നിഷ്കളങ്കമായ വെളിപ്പെടുത്തലോ രാഷ്ട്രീയമൊന്നും അല്ല ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ചില പ്ലാനിങ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും മനസ്സിലാക്കേണ്ടത്,
ഈ കൂടിക്കാഴ്ച ഉണ്ടായത് 2023 മാർച്ച് 5-ാം തീയതിയാണ്. അത് ഒരു വർഷം മുമ്പ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടോ അങ്ങനെയൊന്നുമില്ല, ഒരു വർഷം മുമ്പ് നടന്ന ഒരു കൂടിക്കാഴ്ച എങ്ങനെയാണ് കൃത്യമായി തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വിവാദമാകുന്നത്? അത്തരം വിവാദം ഉണ്ടാക്കുന്ന ആൾ ആർക്ക്, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം എതിരായിട്ടാണ് ആദ്യം ഇത്തരം വാദമുഖങ്ങൾ ഉന്നയിച്ചത്? അത് അനിൽ ആന്റണിക്കെതിരെയും ശോഭാ സുരേന്ദ്രനും എതിരായിട്ടാണ്. അതിനുശേഷമാണ് അതിൽ ഇത്തരത്തിൽ ഈ സഖാവ് EP ജയരാജനെല്ലാം കടന്നു വരുന്നത്. അപ്പോ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം, ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇത് ഉന്നം വെക്കുകയായിരുന്നു. അത് BJP-യിലെ വിജയിക്കാൻ സാധ്യതയുള്ള 2 നേതാക്കൾക്കെതിരെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായ ആരോപണമായി, ഒരു എതിരാളിയുടെ രാഷ്ട്രീയ ആരോപണമായി വരുന്നു. അതിൽ അവസാനം EP ജയരാജനും അംഗമാകുന്നു, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകുന്നു. ഇത് നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ ഇത് 2005, ഒരു വർഷം മുമ്പ് വന്ന ഒരു ചരിത്രം EP-യും കൂടി ഭാഗമാക്കാവുന്നു. ഇത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിന്റെ പുറകിൽ എന്ത് രാഷ്ട്രീയമാണെന്ന് ഞാനിനി പറയേണ്ട ആവശ്യമില്ല, കൂടുതൽ തെളിയിച്ചു പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇത് EP ആദ്യമായി പറയുകയാണോ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ? ഞാൻ ഡേറ്റ് വെച്ച് EP-യുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, അദ്ദേഹം എറണാകുളത്ത് വെച്ചിട്ട് സവർക്കറെ കുറിച്ചിട്ട്, സവർക്കർ തീവ്ര ഇടതുപക്ഷക്കാരനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹം വളരെ നാൾ ജയിലിൽ കിടന്നിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ വെറുക്കപ്പെടേണ്ട ആളല്ല എന്ന രീതിയിൽ EP 2003 സ്വാതന്ത്ര്യദിന സന്ദേശം, DYFIയുടെ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു വലിയ പ്രകടനം നടത്തിയപ്പോൾ അതിൽ പ്രസംഗിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഞാനത് വീഡിയോയിൽ കണ്ടതുമാണ്. അപ്പോ അദ്ദേഹം അന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കി. വന്ദേ ഭാരതിനെ പുകഴ്ത്തിക്കൊണ്ട് EP ജയരാജൻ സെപ്റ്റംബർ 21-ാം തീയതി, അതും 2023 ഒരു പ്രസ്താവന ഇറക്കി. പിണറായി വിജയന്റെ കുടുംബം ഈ നാടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ട് 4 മാർച്ച് 2023 ശരിക്കും അന്നൊക്കെയായിരുന്നു നടപടി എടുക്കേണ്ടത്. പിണറായിയുടെ കുടുംബം ഈ രാജ്യത്തിന് വേണ്ടി, ഈ സംസ്ഥാനത്തിന് വേണ്ടി നയിക്കുന്ന വലിയ ത്യാഗങ്ങൾ എന്തൊക്കെയാണ്, അപ്പൊ കുടുംബത്തിനെ പുകഴ്ത്തി നമ്മൾ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയാവുന്ന കഥകളി വിവാദം, അല്ലെങ്കിൽ മറ്റേ ഒപ്പന, ഒരു ഭരതനാട്യം എന്തോ വിഭാഗത്തില് കാരണഭൂതൻ എന്ന് പറഞ്ഞുകൊണ്ട്, മോഹിനിയാട്ടം, തിരുവാതിര കളി ഒറ്റ നടന്നപ്പോ ആ കാരണഭൂതൻ എന്നുള്ള പേര് വന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത് ഈ നാടിന്റെ ഐശ്വര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ വന്ദേ ഭാരതിനെ പുകഴ്ത്തി പറഞ്ഞു. പിന്നെ BJP-ക്ക് നല്ല സ്ഥാനാർത്ഥികൾ, 5 നല്ല സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത്. ഇതെല്ലാം നിഷ്കളങ്കമായി നടന്നു എന്ന് നാം വിശ്വസിക്കരുത്. അപ്പോൾ EP-ക്കും ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായി ഒരു വർഷം മുമ്പ് നടന്ന ഒരു ആരോപണം അത് ഇപ്പൊ പുറത്തു വരുത്തുകയും അതിലൂടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൃത്യമായി പുറത്തു വന്നത് എന്നാണ്. ഈ ടേണിംഗ് വന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ്, ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണ നേട്ടങ്ങൾ തീർച്ചയായും ഭാഗവാക്കാകും, അല്ലെങ്കിൽ അതിന്റെ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഭരണത്തിന്റെ വിലയിരുത്തലിൽ ആണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ നമുക്കറിയാം, ഈ തിരഞ്ഞെടുപ്പ് ശക്തമായി ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു. സംസ്ഥാന ഭരണകൂടത്തിനെതിരെയുള്ള ഒരു വിലയിരുത്തലായി ഇത് മാറുമെന്നുള്ളത് രാഷ്ട്രീയം അറിയാത്ത ഒരു വ്യക്തി പോലും അംഗീകരിക്കും. കാരണം അത്രയേറെ സംസ്ഥാന ഭരണകൂടത്തിനെതിരെ വിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു. അപ്പോൾ സംസ്ഥാനത്തിന്റെ ഭരണവിരുദ്ധ തരംഗത്തിനെതിരെയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞു വെച്ചപ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഭരണ വിലയിരുത്തലാണെന്ന് പറഞ്ഞപ്പോൾ, അത് തടയിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ കുറ്റം മുഴുവൻ, ഇപ്പൊ അനിൽ നമ്പ്യാർ തന്നെ പറഞ്ഞു, ഒരുപാട് കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ ഫ്രീസ് ആയിപ്പോയി. ശരിയാണ്, നമ്മളും പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ടുകൾ ഫ്രീസ് ആയി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ടില്ല. അത് ഇന്ന് EP ജയരാജന്റെ തലയിലേക്ക് വരും. ഇതുവരെയുള്ള മുഴുവൻ തിരഞ്ഞെടുപ്പ് ഭരണ പരാജയങ്ങളും, ഈ തെരഞ്ഞെടുപ്പിന്റെ കോട്ടങ്ങളും, ഈ ഭരണകൂടത്തിന്റെ മുഴുവൻ തെറ്റുകളും, അഴിമതിയും, കരുവന്നൂർ തൊട്ട് എല്ലാ പ്രശ്നങ്ങളും ഇനി പറയാൻ പോകുന്നത് EP ഒരൊറ്റ പ്രസ്താവന ഇറക്കിയതിലൂടെ സംസ്ഥാനത്തിന്റെ മുഴുവൻ ഭരണ നേട്ടങ്ങളും തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് EP-യുടെ തലയിൽ വെച്ച് കെട്ടാനുള്ള ശ്രമമാണ്. ഇത് ഒരു ഗൂഢാലോചനയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം എന്തിനാണ് അന്ന് പറഞ്ഞത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ധാരാളം എതിർപ്പുണ്ട്. അദ്ദേഹത്തിനേക്കാൾ ചെറുപ്പമായ ആളുകളെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആക്കുന്നു. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ചെറുപ്പമായ അല്ലെങ്കിൽ അത്രയേറെ ഒന്നും കഴിവ് തെളിയിക്കാത്ത ആളെ പാർട്ടി സെക്രട്ടറി ആക്കുന്നു. യഥാർത്ഥത്തിൽ EP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന തലമുതിർന്ന നേതാവാണ്. ശരിക്കും കൊടിയേരി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പാർട്ടി സെക്രട്ടറി ആകും എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന നേതാവാണ്. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയുടെ IB എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ
അതാത് സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ രഹസ്യമായി പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ അറിയിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമുണ്ട്. ഇത്തരം ആളുകൾ ധാരാളമുണ്ട്. അവര് ചില കാര്യങ്ങൾ നിശ്ചയിക്കും. അവരാണ് ദ പവർഫുൾ ദാൻ ദ ഏരിയ സെക്രട്ടറി ഓർ ബ്രാഞ്ച് സെക്രട്ടറി എന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. കാരണം അവർ പറയുന്ന കാര്യമാണ് സംസ്ഥാനം നിശ്ചയിക്കുന്നതും അറിയുന്നതും നടപ്പിലാക്കുന്നതും. അവരാണ് ഒരു സീക്രട്ട് ഏജൻസ് പോലെ വർക്ക് ചെയ്യുന്നത്. അതിന്റെ മുഴുവൻ തലവൻ ഇ.പി. ആണ് എന്ന് വരികയും ഇ.പി. ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇ.പിക്ക് ആയിരിക്കും കുറേം കൂടി കൺട്രോൾ. ഓരോ ബ്രാഞ്ചിനും എന്ത് ചെയ്യുമെന്നും എങ്ങനെ നിശ്ചയിക്കുമെന്നും മനസ്സിലാക്കാൻ പറ്റും, എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ ഞാൻ വിശ്വസിക്കുന്നില്ല, വെറുക്കുമെന്ന്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത്, ഈ തെറ്റായ ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് CPM-നെതിരെ ശക്തമായ പ്രതിഷേധം നടക്കും. അത് കാരണം തിരഞ്ഞെടുപ്പിൽ അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല വോട്ടുകളും ഫ്രീസായി പോകുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിജയിപ്പിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ രക്ഷിക്കുവാനായിട്ട് പിണറായി വിജയൻ പറഞ്ഞിട്ട് നടപ്പിലാക്കിയ ഒരു തന്ത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു കാര്യം ഉറപ്പാണ്, CPM-നെ കുറിച്ച് പഠിച്ച ആർക്കും മനസ്സിലാകും, പിണറായി വിജയൻ സഖാവ് അറിയാണ്ട് ഇ.പി. ജയരാജൻ യാതൊന്നും പറയില്ല. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ഹരിദാസൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമമുള്ളത്. ഇ.പി. ജയരാജനെതിരെ ഒരു നടപടി ഉണ്ടാവില്ല. കാരണം പിണറായി ഈക്വൽ ടു ഇ.പി. ജയരാജൻ. ഇ.പി. ജയരാജനെ അതുകൊണ്ട് പല കുറി സംസ്ഥാനത്ത് ഇദ്ദേഹം രക്ഷിച്ചിട്ടുണ്ട്. കൊടിയേരി സഖാവായിട്ടാണ് പിണറായിക്ക് ബന്ധമെങ്കിൽ പോലും ഇ.പി.യെയും സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കാര്യം എന്നും പിണറായി വിജയൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇ.പി.യുടെ വലിയ നടപടിയിലേക്ക് പോകില്ല. ഒരുപക്ഷെ ഇ.പി. ജയരാജന് യാതൊരുവിധ ഒരു LDF കൺവീനറിന്റെ സ്ഥാനവും പോകാൻ സാധ്യതയില്ല. മറിച്ച് CPM-ഉം അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തകർച്ചയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ബലിയാടാക്കുക മാത്രമാണ് ഇ.പി. ജയരാജൻ മുന്നോട്ട് വന്ന് സ്വയം ഈ ആരോപണങ്ങൾ ഏറ്റെടുത്ത് ചെയ്തത് എന്നുകൂടി വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇതൊരു ചെറിയ ആരോപണമായിട്ട് കാണുന്നില്ല. ഇത് വലിയ ശക്തമായ പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടാകും. പക്ഷേ തോൽവി എന്നുള്ള ഒരു മഹാപ്രശ്നം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം 2.5 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ എന്ന രീതിയിൽ ഈ വോട്ടിംഗ് പാറ്റേണിനെ കണ്ടാൽ അത് മുഴുവൻ ഇ.പി. ജയരാജന്റെ കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ ഭരണകൂടത്തെ രക്ഷിച്ചെടുക്കുവാനായിട്ട് CPM നടത്തിയ ഒരു ഗൂഢാലോചനയും അതിൽ കെണിയായി. ഒരുപക്ഷെ ദല്ലാളിനെ വരെ കെണിയാക്കുകയായിരുന്നു ശ്രീ പിണറായി വിജയനും ഇ.പി. ജയരാജനും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്ത ഒരു കാര്യവും കൂടി ഞാൻ പറയാം. എനിക്ക് തോന്നുന്നില്ല ഈ പിണറായി വിജയനും അതുപോലെ തന്നെ BJP നേതൃത്വത്തിനും കൂടി എന്തെങ്കിലും ഇനി ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിക്കുകയാണ് അവർ തമ്മിൽ ഇത്തരത്തിൽ ഒരു സംവിധാനം വേണം, അല്ലെങ്കിൽ ഒരു കണക്ഷൻ വേണം, ഒരു ഡിസ്കഷൻ ഏരിയ വേണമെങ്കിൽ അതിന് ഈ ഹരിദാസൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അതിന് ഈ പറയുന്ന നന്ദകുമാറിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഉപയോഗിക്കുക എന്ന്? അവർക്ക് മറ്റുള്ള ആളുകളില്ലേ? ഒരു കാര്യം നോക്കൂ, കുറെ നാള് മുമ്പ് നമുക്കറിയാം ആധ്യാത്മിക നേതാവായ ശ്രീ M-നെ പോലുള്ള മഹാന്മാരായ ഏറ്റവും ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് എടുത്തിട്ടിരുന്നു. CPM-ഉം RSS-ഉം തമ്മിലുള്ള ഏകോപനം നടത്തുന്നത് ശ്രീ M ആണെന്ന് പറഞ്ഞ് ഇവിടുത്തെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം കുറച്ചു നാൾ മുമ്പ് കേട്ടു പത്മജ വേണുഗോപാലിനെ കൊണ്ടുവന്നത് മുൻ DGP ആയിരുന്ന ബെഹ്റ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ആരോപണം കേട്ടു. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഒരുപക്ഷെ ആരോപണങ്ങൾക്ക് വേണ്ടിയാൽ പോലും ഇത്ര മഹാന്മാരായ, ഇത്ര സീനിയറായ വലിയ ചിന്തകരും പ്രഭാഷകരും അല്ലെങ്കിൽ ആധ്യാത്മിക നേതാക്കളും അതുപോലെ തന്നെ DGP ആയി തന്നെ പ്രവർത്തിച്ചിരുന്ന വലിയ ഓഫീസേഴ്സും ഈ കാലഘട്ടത്തിൽ ഉള്ളപ്പോൾ ഇത്തരം ആളുകളെ ഒന്നും ഉപയോഗിച്ച് ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് പോവില്ല. അതിന് രഹസ്യ സ്വഭാവം ഉണ്ടാവില്ല എന്ന് ആൾക്കറിയാം, ഒരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മളെക്കാളൊക്കെ ബുദ്ധിപരമായും എല്ലാം കഴിവും എല്ലാം ഉള്ള അവർ ഇത്തരം ചാനലുകൾ ഉപയോഗിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഈ ഇ.പി. ജയരാജനെയും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെയും ശ്രീ അനിൽ ആന്റണിയെയും ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവരുടെ ഒരു ഉയർച്ച ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ കോൺഗ്രസ് കൃത്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഒരു ചർച്ചകൾ ഡൈവേർട്ട് ചെയ്യാനായിട്ട് വെച്ച ഒരു പോൺ മാത്രമാണ്. അല്ലെങ്കിൽ ഒരു അല്ല ശിവശങ്കർ, അങ്ങനെയാണെങ്കിൽ ഈ ദല്ലാൽ നന്ദകുമാർ ആരുടെ മൗത്ത് പീസ് ആയിട്ടാണ് പ്രവർത്തിച്ചത്? ഞാൻ വിശ്വസിക്കുന്നത് ഈ ആരോപണങ്ങളെല്ലാം വന്നത് ശോഭാ സുരേന്ദ്രനെതിരാണ്. കാരണം അനിൽ ആന്റണിക്കെതിരെയും ശോഭാ സുരേന്ദ്രനെയും വന്ന ആരോപണങ്ങളെല്ലാം മുനയൊടിച്ചുകൊണ്ടാണ് അവരുടെ രണ്ടുപേരുടെയും പ്രസ്ഥാനം. അദ്ദേഹം അത് ശ്രീ നന്ദകുമാർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഈ പണം മേടിച്ചത് സ്ഥലം മേടിക്കാനാണ്, ആ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും ചെയ്തു. വളരെ വലിയ നേട്ടം ഇ.പി. ജയരാജനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും നന്ദകുമാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു.
ഇ.പി. ജയരാജനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നന്ദകുമാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? കാരണം അദ്ദേഹം കോൺഗ്രസിനെ ഒട്ടും മിസ്പയർ ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിന്റെ മുൻകാലം നോക്കൂ. CPM-നെതിരെ കോൺഗ്രസിന്റെ ചില ഗ്രൂപ്പേഴ്സും ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ VS അച്യുതാനന്ദന് വേണ്ടിയിട്ട് ലാവ്ലിൻ കേസിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ചില ടാർഗറ്റുകൾ നിശ്ചയിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസ് അനുകൂല ഒരു രീതിയാണോ എന്ന് ഞാൻ തീർച്ചയായും സംശയിക്കുന്നു. യെസ്.